കൊട്ടിക്കലാശം ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 4:30 ആയിരിക്കുന്നു. ഇനി 1.5 മണിക്കൂർ മാത്രമാണ് പരസ്യ പ്രചരണത്തിന് അവശേഷിക്കുന്ന സമയം. കൊട്ടിക്കലാശ വേദിയിലേക്ക് സ്ഥാനാർത്ഥികൾ കൂടി എത്തിയ ആവേശം കൊടുമുടിയിലാക്കുക എന്നതാണ് ഓരോ മുന്നണികളും ലക്ഷ്യമിടുന്നത്. വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ ഇത്തവണ കൊട്ടിക്കലാശത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ആർക്കാണ് ശക്തി കൂടുതൽ എന്നത് കാണിക്കാനുള്ള ഒരു മത്സരം കൊട്ടിക്കലാശത്തിന്റെ വേദിയിലും നമ്മൾ കാണുകയാണ്. വ്യത്യസ്തമായ കലാരൂപങ്ങൾ, വാദ്യഘോഷങ്ങളൊക്കെയും അണിനിരത്തിക്കൊണ്ടുള്ള പ്രകടനങ്ങളാണ്. ഫ്ലെക്സ് യുദ്ധം ഇത്തവണ കൊട്ടിക്കലാശത്തിലും അത് ദൃശ്യമാണ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സുകൾ ഉപയോഗിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ ഫ്ലെക്സുകളുടെ ഒരു അതിപ്രസരം തന്നെ ഇപ്പോൾ കലാശക്കൊട്ട് വേദിയിലും നമുക്ക് കാണാം. എന്തായാലും വീറും വാശിയുമേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ 23 ദിവസങ്ങളാണ് കടന്നുപോയിരിക്കുന്നത്. നമുക്കറിയാം, നിരവധി വിഷയങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വന്നു. അതിലൊന്ന് ആരാണ് നുണ പറയുന്നത് എന്നതായിരുന്നു. അതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കേട്ടതാണ്. ഇന്നിപ്പോൾ അല്പം മുമ്പ് ഡാൻ കുര്യനോട് സംസാരിക്കുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് നുണയനെന്നാണ്. വായെടുത്താൽ നുണ പറയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്നത്. പിണറായി സർക്കാരിന് തുടർഭരണം ഉണ്ടാകില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. 3 മുന്നണിയും മത്സരിക്കാൻ പോകുന്ന അവസാന തെരഞ്ഞെടുപ്പാകും ഇത് എന്ന് ആവർത്തിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ അസ്വാഭാവികതയില്ല എന്നത് കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. തെലങ്കാന മുഖ്യമന്ത്രിയും സമാനമായ തരത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ ആരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുകയാണ്. കേന്ദ്ര സർക്കാരിൽ പോവുക, ഓരോ സംസ്ഥാനത്തിന്റെയും ആവശ്യങ്ങൾ നേടിയെടുക്കുക, ചർച്ചകൾ നടത്തുക എന്നത് അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അക്കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആരാണ് നുണ പറയുന്നത് എന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വലിയൊരു ചർച്ചയാണ്. അത് നുണേശൻ എന്ന പേരിട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ പ്രചരണം LDF ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുന്നു. നുണറായി എന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നുണ പറയുന്നത് എന്ന് VD സതീശൻ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും നുണ പറയുന്നു എന്നൊരു ആരോപണം BJPയെ സംബന്ധിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നിരവധി പ്രചരണ വിഷയങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ വ്യത്യസ്തമായ രൂപങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിൽ അണിനിരക്കുകയാണ്. ഇത് എവിടെ നിന്നുള്ള കാഴ്ചകളാണ് എന്നത് കൂടി നമ്മൾ അറിയണം. ഏതായാലും ഇന്ന് ഏറ്റവും പേരൂർക്കടയിൽ നിന്ന് തന്നെ ഉള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പലയിടങ്ങളിലും പല കലാരൂപങ്ങളൊക്കെ അണിനിരന്നിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തായാലും പ്രവർത്തകരെ ആവേശത്തിലാക്കുന്നുണ്ട്. പല വിധത്തിൽ പല തന്ത്രങ്ങൾ പയറ്റുകയാണ്. ഓരോ വ്യത്യസ്തത തങ്ങളുടെ കലാശപ്പൊട്ടിന് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ്. പോപ്പൊക്കെ എല്ലായിടങ്ങളിലും നമുക്ക് കാണാം. കളർഫുള്ളാക്കുന്നുണ്ട് പ്രചരണത്തെ. അത് ഇന്ന് അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ രേവന്ത് റെഡ്ഡി നേരത്തെ പറഞ്ഞ ഒരു പരാമർശം, അതിൽ മുഖ്യമന്ത്രി നൽകിയ പരാമർശമൊക്കെ വലിയ ചർച്ചയായിരുന്നു. പോ മോനെ ദിനാശ എന്ന സിനിമാ വാചകം കടമെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ രേവന്ത് റെഡ്ഡി ഒരു പരാമർശം നടത്തിയത്. പോ മോനെ വിജയ എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മറുപടി പറഞ്ഞിരുന്നു. അത് അല്പം കടന്നുപോയി എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡാഷ് മോനെ മറുപടി വരുന്നുണ്ട് എന്നതായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് മറുപടി നൽകിയിരിക്കുകയാണ്. ഒരു മറുപടി കത്ത് അയച്ചിരിക്കുകയാണ്. അതിൽ പറയുന്നത് മുന്നോട്ട് തന്നെ പോകും, നവകേരള സൃഷ്ടിയിലൂടെ എല്ലാവർക്കും മാതൃക കാട്ടി മുന്നോട്ട് തന്നെ പോകും എന്നതാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കേരളം കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് മുഖ്യമന്ത്രിയുടെ ആ കത്ത് രേവന്ത് റെഡ്ഡിക്ക് പോയിരിക്കുന്നത്. അതിൽ ആ കത്ത് അവസാനിപ്പിക്കുമ്പോൾ ഡിയർ ശ്രീ രേവന്ത് റെഡ്ഡി എന്ന കത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നു. ഒരു ഔദ്യോഗിക കത്തിലാണ് രേവന്ത് റെഡ്ഡി അത് ഇവിടെ പ്രചരണ വേദിയിൽ പറഞ്ഞു. അതിനുശേഷം ഔദ്യോഗിക കത്തിയിലും പോ മോനെ വിജയ എന്ന് സൂചിപ്പിച്ചിരുന്നു. അതിനുള്ള മറുപടിയിൽ പക്ഷേ മുഖ്യമന്ത്രി ഡിയർ ശ്രീ രേവന്ത് റെഡ്ഡി എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു എന്നതാണ് സാഹചര്യം. അതേസമയം കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം രേവന്ത് റെഡ്ഡിക്ക് മറുപടി നൽകിയിരുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ 2 തരത്തിലും തൃപ്തിപ്പെടുത്തുന്ന മറുപടിയാണ് രേവന്ത് റെഡ്ഡിയുടെ പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത് ഏറ്റവും മാന്യമായ ഭാഷയിൽ ആണ്. എന്തായിരിക്കണം ഔദ്യോഗിക ഇടപാടുകൾ എന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ്. അതേസമയം വാർത്താ സമ്മേളനത്തിൽ കണിപ്പിച്ച് തന്നെ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ
വാക്യുദ്ധം കൊണ്ടുകൂടി ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പല വിധത്തിലുള്ള വാക്കുകൾ, അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ നിരവധി സംഭാവനകൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, ചെറ്റത്തരം തുടങ്ങിയുള്ള പരാമർശങ്ങൾ, വർഗവഞ്ചകൻ പരാമർശമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയത് വലിയ ചർച്ചയായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നതും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന, പ്രചരണം ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ദിവസം പറയുന്നതും ഒരു സിനിമാ ഡയലോഗാണ്. അത് പോ മോനെ ദിനേശ എന്നുള്ള ആ സിനിമാ ഡയലോഗുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ആദ്യ അഭിമുഖങ്ങൾ നടത്തിയിരുന്ന സമയത്ത് കേറി വാ മോനെ എന്ന ഒരു പരാമർശവും നടത്തിയിരുന്നു. അതും പ്രശസ്തമായ സിനിമാ വാചകങ്ങളാണ്. അങ്ങനെ പ്രമുഖ നേതാക്കൾ തന്നെ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയിട്ടുള്ള, വ്യത്യസ്തമായ തരത്തിലുള്ള മറുപടികൾ നൽകിയിട്ടുള്ള, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും ചുരുക്കം സമയമാണ് പ്രചരണത്തിന് കിട്ടിയത് എങ്കിൽ പോലും അതിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ മുന്നണികൾ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതിന് പാഴാക്കാൻ സമയം ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഈ പ്രചരണ ദിവസങ്ങൾ കുറഞ്ഞതിൽ ആശ്വസിക്കുന്നവരുമുണ്ട്. കാരണം ഓരോ ദിവസം കടന്നു പോകുമ്പോഴും പണം ഏറെയാണ്. മാത്രവുമല്ല വലിയ ചൂടിൻ്റെ സമയമാണ്. കേരളത്തെ സംബന്ധിച്ച് 37-39 വരെയൊക്കെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷ താപനില ഉയരുന്ന ദിവസങ്ങളാണ് കടന്നു പോയിരിക്കുന്നത്. ആ ദിവസങ്ങളിലെ പ്രചരണം എന്ന് പറയുന്നത് അത്രമാത്രം ബുദ്ധിമുട്ടേറിയതായിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ ദിവസങ്ങൾ കുറഞ്ഞത് ഒരു പക്ഷേ ആശ്വാസകരമായി എന്ന് കരുതുന്നവരുമുണ്ട്. എങ്കിൽ പോലും വിഷു കഴിഞ്ഞ് പ്രതീക്ഷിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് പെട്ടെന്നെത്തിയതിൻ്റെ അന്താളിപ്പ് എല്ലാ മുന്നണികളെ സംബന്ധിച്ചും ആദ്യം ഉണ്ടായിരുന്നു. അതൊക്കെ കടന്നു, ആ പ്രതിസന്ധികളൊക്കെ കടന്നു. പ്രചരണം പല വിധത്തിൽ ചൂട് പിടിപ്പിച്ച് ഇപ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്. നമ്മൾ പാലക്കാട് നിന്നുള്ള കാഴ്ചകൾ കാണുന്നു. ശോഭാ സുരേന്ദ്രൻ കൊട്ടിക്കലാശ വേദിയിലേക്ക് കാൽനട ജാഥയായി എത്തുകയാണ്. പാലക്കാട് നമുക്കറിയാം ഏറ്റവും പ്രതീക്ഷ BJP പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ശോഭാ സുരേന്ദ്രൻ ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. താൻ മന്ത്രിയായാൽ എന്താണ്, താൻ ഒരു മന്ത്രിയായാൽ എന്താ പുളിക്കുമോ എന്നൊക്കെയാണ് നേരിട്ട് കാണുമ്പോൾ ഇന്ന് പാലക്കാട് വെച്ച് കാണപ്പോൾ ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത്. ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ അധികാരത്തിൽ വരും, ശോഭാ സുരേന്ദ്രൻ ഒരു മന്ത്രിയായാൽ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും 10ാമത് മത്സരമാണ് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച്. പാലക്കാട് 9 പാർട്ടിക്ക് വേണ്ടി നിസാര വോട്ട് കിട്ടിയിരുന്ന ഇടത്തു മുതൽ താൻ പ്രവർത്തിച്ചിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വോട്ട് വിഹിതം ഉയർത്തിയിട്ടുണ്ട് എന്നതാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയുടെ വോട്ട് പ്ലസ് ശോഭയുടെ വോട്ടും കൂടിയാകുമ്പോൾ പാലക്കാട് കൈവെള്ളയിൽ ഇരിക്കുമെന്നതാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതീക്ഷ. അതേസമയം രമേശ് പിഷാരടി വലിയ വെല്ലുവിളി തന്നെ ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ NMR റസാഖ് നിശബ്ദനായി അല്ലെങ്കിൽ സൗമ്യനായി കളം പിടിച്ച ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അവിടെ അത്ഭുതങ്ങൾ എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.